അപ്പോൾ ഈ സൺഡേ ഫുട്ബോൾ വേൾഡ് രണ്ടായി സ്പ്ലിറ്റ് ആകാൻ പോവാണ്, റയൽ മാഡ്രിഡ് ആൻഡ് ബാർസലോണ. അപ്പോൾ സൺഡേയിലെ ഫൈനൽ നമ്മൾ നോക്കുമ്പോൾ ബാർസലോണ ആർ ഗോയിങ് ഇൻ ആസ് ദ ക്ലിയർ ഫേവറേറ്റ്സ്. കാരണം ദ സീസൺ വി ആർ ഹാവിങ് കറൻ്റ്ലി, അതാണ് അതിൻ്റെ മെയിൻ റീസൺ. നവംബറിലെ ചെൽസി മാച്ചിന് ശേഷം ഒരു കളി പോലും തോക്കാണ്ട് വരുന്ന ബാർസയാണ്. റയലാണെങ്കിൽ ഇൻകൺസിസ്റ്റൻറ്റ് പെർഫോമൻസ്, അത്ലറ്റിക്കോനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് വരെ നമ്മൾ കണ്ടു. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റാഫീനയ്ക്കും ജോൻ ഗാർസിയയും ഈ ടീമിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് കണ്ടിട്ട് ജോൻ ഗാർസിയൻ്റെ പല മാച്ച് സേവിങ് പെർഫോമൻസ്, എത്ര കളി നമ്മൾ ഈ സീസണിൽ തന്നെ എടുത്തു നോക്കിയാൽ തന്നെ പല കളികൾ കാണുക. റയോ വലക്കാനായിട്ടുള്ള കളി, അതേപോലെ എസ്പാനിയലിനായിട്ടുള്ള കളി, പിന്നെ ന്യൂക്കാസിലിനായിട്ടുള്ള കളി, അങ്ങനെ 4-5 കളികളുണ്ട് പുള്ളീൻ്റെ ഇമ്പാക്റ്റിൽ മാത്രം ജയിച്ചത്. അതുപോലെ റാഫീൻ തന്നെ നോക്കുകയാണെങ്കിൽ ഈ സീസൺ ഞാൻ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യും. കാരണം ഒന്ന് റാഫീൻ ഉള്ള സൈഡ്, ഒന്ന് റാഫീൻ ഇല്ലാത്ത ഗെയിംസ്. അതെടുത്ത് നോക്കിയാൽ നമുക്ക് റാഫീന എന്ന് പറയുന്ന ഒരു പ്ലെയറിൻ്റെ ബാർസലോണയിലുള്ള ഇമ്പാക്റ്റ് നമുക്കറിയാം. ലമീൻ ജമാൽ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ബാർസലോണേൻ്റെ മോസ്റ്റ് ഇമ്പാക്റ്റ്ഫുൾ പ്ലെയർ, അത് റാഫീനയാണ്. റാഫീന ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ ടീം കളിക്കുന്ന രീതി, ടീം പ്രസ് ചെയ്യുന്ന രീതി, ടീമിലുള്ള ഡൈനാമിസം എല്ലാം ഡിഫറെൻ്റ് ആണ് റാഫീന ഉള്ളപ്പോൾ ടീമിൽ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ക്ലിയർ ആൻഡ് എവിഡൻ്റ് ആണ് റാഫീന ഉള്ളപ്പോൾ ടീമിനുണ്ടാകുന്ന ഇമ്പാക്റ്റ്. സോ റാഫീന തിരിച്ചു വരുന്നത്, റാഫീന ഇപ്പോൾ കറൻ്റ്ലി നല്ല ഫോമിൽ കളിക്കുന്നതും ജോൻ ഗാർസിയൻ്റെ പ്രസൻസും ടീമിനൊരു ഗംഭീര മുതൽക്കൂട്ട് തന്നെയാണ് ബാർസലോണയെ സംബന്ധിച്ചത്. നേരെ മറിച്ച് റയൽ മാഡ്രിഡ് നോക്കുകയാണെങ്കിൽ കിലിയൻ എംബാപ്പെ ഈസ് കമ്മിങ് ബാക്ക് ടു പ്ലേ ദ ഫൈനൽ. ഞാൻ നമ്മളെ വാച്ച് അലോങ്ങിൽ ഞാൻ പറഞ്ഞായിരുന്നു, കളി ജയിച്ചതിന് എംബാപ്പെ എന്തായാലും ഫൈനൽ കളിക്കാൻ വരുന്നു. കാരണം എംബാപ്പയാണ് അവരെ ഏറ്റവും കൂടുതൽ ഗോളടിച്ച് ഈ സീസണിൽ അവരെ നിലനിർത്തുന്നത്. എംബാപ്പെ ഇല്ലെങ്കിൽ ഇന്ന് ചാബി അലോൺസോ ഇപ്പോൾ അവരെ കോച്ചായിട്ട് ഇരിക്കുമെന്ന് തന്നെ സംശയമാണ്. അപ്പോൾ എംബാപ്പയാണ് അവരെ പിടിച്ചു നിർത്തുന്നത് തന്നെ ഈ സീസണിൽ. ഹീ ഈസ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ്. അത് ആസ് എ ബാർസ ഫാൻ ഐ കംപ്ലീറ്റ്ലി അഗ്രി, എംബാപ്പ ഈസ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. അപ്പോൾ എംബാപ്പേൻ്റെ ഈ ഇമ്പാക്റ്റ് അവരൊരിക്കലും മിസ് ചെയ്യില്ല. പക്ഷേ എംബാപ്പെ പെട്ടെന്നൊരു മിറാക്കിൾ ഇഞ്ചറി മാറി വരുന്നതല്ല. അവർ കുറച്ച് എംബാപ്പനെ റഷ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഫൈനലിലേക്ക്. കാരണം എംബാപ്പെ ഈ ബെറ്റിസ് ഗെയിമിൽ ഉണ്ടായിട്ടില്ല, അതുപോലെ അത്ലറ്റിക്കിനായിട്ടുള്ള കളിക്ക് സ്പാനിഷ് സൂപ്പർ കപ്പിലേക്ക് പുള്ളീനെ ഹി ഡിഡ്ന്റ് ഹാവ് എ ചാൻസ്, ഹി വാസ് ഔട്ട് ഫോർ 3 weeks. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് പുള്ളീനെ റഷ് ചെയ്തിട്ട് ഈ ഫൈനലിലേക്ക് കൊണ്ടുവന്നതാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. പിന്നെ വേറൊരു റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ച് റയൽ മാഡ്രിഡിനുള്ളൊരു പോയിന്റ്, വിനീഷ്യസും എംബാപ്പയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഫോർ ബാർസലോണ. കാരണം വിനീഷ്യസ് 17 കളിയായിട്ട്, കഴിഞ്ഞ ഒക്ടോബർ മുതൽ 17 കളിയായിട്ട് വിനീഷ്യസ് ഗോൾ അടിച്ചിട്ടില്ല. അത് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൺസേണിങ് ആണ്. എന്നിട്ടും വിനീഷ്യസ് ആ ടീമിൽ ഫസ്റ്റ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് പ്ലെയറിൻ്റെ ഡൗട്ടൊന്നുമില്ല, പുള്ളീൻ്റെ കാലിബറിനെ പറ്റി ഡൗട്ടൊന്നുമല്ല. പക്ഷേ എന്നിട്ടും പുള്ളി ആ ഫോം ഔട്ടായി നിൽക്കുമ്പോഴും പുള്ളി ആ ടീമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മേ ബി ക്ലബിൻ്റെ ഹയർ അതോറിറ്റീസിൻ്റെ പ്രഷർ കാരണമായിരിക്കാം. അല്ലെങ്കിൽ ചാബി ഒരു ടാക്ടിക്കൽ ഡിസിഷൻ എടുക്കണമായിരുന്നു. റോഡ്രിഗോ ഇപ്പം കഴിഞ്ഞ 5 കളിയായിട്ട് നല്ല ഫോമിൽ കളിപ്പിക്കുന്നുണ്ട്. മേ ബി എംബാപ്പെ റോഡ്രിഗോ ആ കോംബോ ട്രൈ ചെയ്ത് നോക്കണമായിരുന്നു. പക്ഷേ വിനീഷ്യസിനെ പോലെ ഒരു പ്ലെയർ എന്തായാലും പുറത്തെടുത്താൻ പോകുന്നില്ല ഫൈനലിന്. ഹി വിൽ ബി ഡെഫിനറ്റ്ലി സ്റ്റാർട്ടിങ്. ഗോൺസാലോ ഗാർസിയ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ എംബാപ്പെ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും ഡേഞ്ചറാണ് എംബാപ്പെ സബ്ബായി ഇറങ്ങുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എംബാപ്പെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലെയേഴ്സും അതായത് ബാർസലോണ ഡിഫൻഡേഴ്സും മിഡ്ഫീൽഡേഴ്സും എംബാപ്പേനെ കൂടെ തന്നെ ഇപ്പോൾ ടിൽ 70th മിനിറ്റ് ആണെങ്കിൽ ഒരേപോലെ എനർജി ഡൗൺ ആവുന്നുണ്ട്. പക്ഷേ എംബാപ്പെ 70th മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു 60th മിനിറ്റിൽ സബ്ബായി ഇറങ്ങുകയാണെങ്കിൽ
എംബാപ്പെ ഫ്രഷ് ലെഗാണ്, ബാക്കി എല്ലാവരും ടയേർഡായിരിക്കും. സോ അതാണ് മോർ ഡേഞ്ചറസ് കമ്പയർഡ് ടു എംബാപ്പെ സ്റ്റാർട്ടിങ് ഫോർ ബാസ. അതിനെയാണ് ശരിക്കും പേടിക്കേണ്ടത് എംബാപ്പെ സബ്ബായി ഇറങ്ങുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു ചെറിയ ലീഡിൽ 1-2 അല്ലെങ്കിൽ 2-1 ലീഡിലൊക്കെ നിൽക്കുന്നതെങ്കിൽ എംബാപ്പെ ഇറങ്ങിയിട്ട് കളി മാറ്റാനുള്ള കാലിബർ ഉണ്ട്. കാരണം എംബാപ്പേൻ്റെ ആ പേസിലാണ് കളി മാറുന്നത്, പേസ് ഇമ്പാക്റ്റ്. അതുകൊണ്ടാണ് പുള്ളി ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ടാണ് പുള്ളി ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ വേൾഡ് ആയിട്ട് ഇപ്പം നിലവിൽ ഞാൻ ബെസ്റ്റ് പ്ലെയർ ആണെന്ന് വിചാരിക്കുന്നത്. സോ എംബാപ്പെ ഹാഫ് ടൈം കഴിഞ്ഞ് ഇറങ്ങുന്നത് ആണ് ഏറ്റവും സീന് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ കളിയിലേക്ക് വരുമ്പോൾ ചാബി അലോൺസോക്കാണ് ഹൻസി ഫ്ലിക്കിനേക്കാളും കൂടുതൽ പ്രഷർ. രണ്ടുപേർക്കും പ്രഷർ ഉണ്ട്, ഇറ്റ്സ് എ ഫൈനൽ. പക്ഷേ ഈ കളിയിലേക്ക് കുറച്ചും കൂടി വരുമ്പോൾ ചാബി അലോൺസോക്കാണ് കുറച്ചും കൂടി പ്രഷർ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളീൻ്റെ ആ ഒരു കഴിഞ്ഞ അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ടുള്ള കളിയിൽ പുള്ളി 3 ഡിഫൻഡറെ വെച്ചിട്ട് 3 ലെഫ്റ്റ് ബാക്കിനെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്, ഡിഫൻഡേഴ്സ് ഇല്ലാഞ്ഞിട്ട്. ചില സമയത്ത് പുള്ളി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അങ്ങനത്തെ രീതിയിലുള്ള ടാക്റ്റിക് ആയിരിക്കും പുള്ളി യൂസ് ചെയ്യുന്നത്. അപ്പം ബാർസലോണയിനായിട്ട് പുള്ളി കളിക്കുമ്പോൾ പുള്ളി കുറച്ചും കൂടി ടാക്റ്റിക്കലി ഒരു അഡ്വാൻറ്റേജ്, അത് അന്നത്തെ എൽ ക്ലാസിക്കോയിൽ കണ്ടത്, ഒക്ടോബറിലെ ലാലിഗ എൽ ക്ലാസിക്കോയിൽ നമ്മൾ കണ്ടതാണ്. റയൽ മാഡ്രിഡ് കുറച്ചും കൂടി കോൺഷ്യസ് ആണ്. അതായത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ കളിക്കണം എന്നുള്ളത് അവർ ഓൾറെഡി പ്ലാൻഡ് ആയിട്ട് വന്നിട്ടുണ്ടായി ആ ക്ലാസിക്കോയിൽ. അതുകൊണ്ടാണ് അവർക്ക് അത്രയും അത് ഒരു 75% എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടാണ് അവർക്ക് അന്ന് ആ വിന്ന് കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഗെയിമിനായിരിക്കും ചാബി അലോൺസോ ശ്രമിക്കുന്നത്. പക്ഷേ ബാർസലോണയുടെ ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് അതിന് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്നുള്ളത് കളി കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഈ കളിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചാബി അലോൺസോക്കാണ് ഏറ്റവും കൂടുതൽ പ്രഷർ. കാരണം എന്ന് പറയുന്നത് ഇത് പുള്ളീൻ്റെ ഫസ്റ്റ് ട്രോഫി അടിക്കാനുള്ളൊരു ചാൻസാണ്. രണ്ടാമത്തെ കാര്യം, ബാർസലോണക്കായാലും റയൽ മാഡ്രിഡിനായാലും ഈ ട്രോഫി ഉണ്ടാക്കുന്ന ഈ ബാക്കിയുള്ള സീസണിലേക്ക് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസണാണ് ഇനി വരാൻ പോകുന്നത്. ആ സീസണിലേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ബൂസ്റ്റ് ചെറുതല്ല. സോ ഇതൊരു തീപാറും പോരാട്ടം തന്നെയാണ് ഈ ഫൈനൽ. പിന്നെ ഓൾവേസ് എൽ ക്ലാസിക്കോ ഒരു ദി ബെസ്റ്റ് ഗെയിം ഇൻ ദ വേൾഡ് അല്ലേ. പിന്നെ ഹൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഹൻസി ഫ്ലിക്ക് കളിച്ച 8 ഫൈനലിൽ 8ഉം ഹൻസി ഫ്ലിക്ക് തോറ്റിട്ടില്ല. സോ മോർ പ്രഷർ ഈസ് ഓൺ സാബി. പിന്നെ പുള്ളീൻ്റെ ജോലിയും ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ സാക്കാവും, ഇതിൽ വിൻ ചെയ്തിട്ടില്ലെങ്കിൽ സാക്കാവും എന്നൊക്കെ പറയുന്ന കേൾക്കാം. സോ കംപ്ലീറ്റ്ലി ചാബി അലോൺസോ ഈസ് ഇൻ ദ പ്രഷർ. ചാബീൻ്റെ പ്ലാൻ വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ അതൊരു കംപ്ലീറ്റ് ഡിസാസ്റ്റർ ആയിരിക്കും റയൽ മാഡ്രിഡിന്. കാരണം അടിച്ച് അച്ചാറാക്കും, ഒന്നും പറയാനില്ല. നേരെ മറിച്ച് ഈസ് ഏബിൾ ടു ഡിഫെൻഡ് ബെറ്റർ. ബാർസലോണനെ ബെറ്റർ ആയിട്ട് അറ്റാക്കിനേക്കാളും നന്നായിട്ട് ബാർസനെ അറ്റാക്ക് ചെയ്യാൻ അവർക്ക് ഈസിയാണ്. ബാർസയുടെ ഡിഫൻസ് വൾണറബിളാണ്. പക്ഷേ ബാർസനെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റിയാൽ അതൊരു റിയൽ മാഡ്രിഡിന് ഈ ഫൈനലിലൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ ഞാൻ കേട്ടെടുത്തോളം ഈ ഫൈനലിന് എക്സ്ട്രാ ടൈം ഇല്ല, ഡയറക്റ്റ് പെനാൽറ്റീസാണ്. അപ്പോൾ ഒരു ഹൈ സ്കോറിങ് ഫൈനലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മേ ബി ഒരു 3-1 അല്ലെങ്കിൽ ഒരു 4-2 ബാർസയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നിലവിലെ ടീമിൻ്റെ ഫോം വെച്ചിട്ട്. അപ്പോൾ ഞായറാഴ്ച 12:15 നമ്മൾ വാച്ച് അലോങ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമുക്ക് അതിൽ വന്ന് നമുക്ക് ലൈവിൽ കണ്ട് ലൈവിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം, ക്ലാസിക് അടിപൊളിയാക്കാം. ആൻഡ് ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഓൺ ദി ഗെയിം ആൻഡ് പ്രഡിക്റ്റ് യുവർ സ്കോർ ഇൻ ദി കമൻറ്റ് ബോക്സ്.